സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞങ്ങളിതാ ടെൻ്റൊക്കെ ഊരി സെറ്റാക്കാൻ വേണ്ടി എണീച്ചാണ്. ഇതിപ്പോൾ എണീച്ചിട്ടുള്ളൂ കേട്ടോ. ഉറങ്ങിയണോന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടില്ല, എന്നാൽ ഉറങ്ങണോ ചോദിച്ചാൽ ഉറങ്ങണം, അങ്ങനത്തെ പരിപാടിയില്ല. ഈ ടെൻ്റൊക്കെ ഒന്ന് ഊരി റെഡിയാക്കി സെറ്റാക്കി കേട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ ടെൻ്റൊക്കെ മടക്കി വണ്ടിയിൽ വെച്ചു. ഇവിടെ ഫുള്ള് കാലിയാക്കി. കുറച്ച് നേരം അങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ പോയിട്ട് നേരെ നാട്ടിലേക്ക് ഓടിക്കണം. ഏകദേശം ഇതാ മോർണിംഗ്, സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ. ഇവിടെ ഒരുത്തൻ ഇവിടെ എല്ലാം ഉറക്ക് റെഡി ആയിട്ടില്ല. എന്താ പറയുക, ഉപ്പമാർക്കൊക്കെ സാരെങ്കിലും രാവിലെ 8:30 കട കയറണം, ഉപ്പമാർക്ക് രാവിലെ 10:00 കട കയറണം, എനിക്ക് പിന്നെ ഉച്ചക്ക് കയറിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പരിപാടി ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ചുമ്മാ ഇനി ഇങ്ങനെ കറങ്ങുക, ജസ്റ്റ് ഒന്ന് കറങ്ങുക, എന്നിട്ട് നേരെ നാട്ടിൽ കുടിക്കുക, അതാണ് പരിപാടി. ഗൈസ്, ഡ്രൈവർ സുനി ഇൻ ദ ഡ്രൈവിംഗ് മോഡ്. നമ്മൾ അവിടെ കൈമൾ 2 വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ അർക്ക് വണ്ടിൻ്റെ ഒരു സംഭവം മനസ്സിലാവേണ്ട, ഒന്ന് റേസ് ആക്കി കാട്, ഒന്ന് കൊടുക്കട്ടെ, മിസ്സിങ് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ആവും. ഞാൻ വെച്ചോ, വണ്ടിക്ക് കുറച്ച് സിസ്റ്റമാറ്റിക് പരിപാടി ക്ലച്ച് കത്തോ, വണ്ടിക്ക് കുറച്ച് സിസ്റ്റമാറ്റിക് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. കൈമൾ സാർ ബാക്കിൽ വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. എന്നാലും കാണാനേ ഓടാണ്ടെന്നുണ്ടെങ്കിലും സംഭവം നല്ല രസമാണ്. കുറച്ച് സ്പീഡ് കുറച്ച് പോയാനായിട്ടോ സൗണ്ട് കനാല് മതി. ഇവിടെ ഇങ്ങോട്ടേക്കൊക്കെയാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി അല്ലേ? ഈ വിജനമായ റോട്ടിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ ചൂണ്ടയിടുന്നു, കുറച്ച് ആൾക്കാർ നടക്കാൻ വരുന്നു, ബാക്കിൽ ഞങ്ങൾ 4 വണ്ടി ഓടിക്കുന്നു. കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഇവിടെ രാവിലെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഒരു ചായ കുടിച്ചു. ഞാനിങ്ങനെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ വരെ വന്നായിരുന്നു, പക്ഷേ ഇവിടുത്തെ ഇങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. മഴ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട്. മഴ കുറേ അങ്ങോട്ട് പോകാണ്ട് പോകുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെ കുറേ പോകാണ്ട് തോന്നുന്നു. ഈ റോഡ് ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കും. ഈ ഒരു സംഭവമാണ് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഐലൻഡ് മാറ്റൊരു സംഭവം അല്ലേ. അതിൻ്റെ ഉള്ളിലൊക്കെ തോണിയിലൊക്കെ ഇങ്ങനെ പോയിട്ട് എന്താ പറയുക, അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ബീച്ചാണല്ലേ, അത് അടിപൊളി. എൻ്റെ അമ്മായിട്ടോടൊക്കെ പോയാൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് കടകളൊക്കെ തുറന്നിട്ടോ. അതാ മറ്റേ എന്ത് ബോട്ടാണ് ഇതിന്, ഹൗസ് ബോട്ടാണല്ലേ, ഹൗസ് ബോട്ടിൽ ചെറിയ ബോട്ട് വരില്ലേ, എന്താണ് ഇവിടെയൊക്കെ കടകൾ തുറന്നിക്കണേ. കുറച്ചൊക്കെ എല്ലാം തുറന്നിട്ടില്ല, കുറച്ച് വിട്ട് ഇങ്ങനെ ഷോപ്പ് തുറന്നിട്ടാണ്. ചായ വരുമ്പോൾ കുടിക്കാം. ഇത് ഓപ്പൺ ആയണുള്ളൂ. പൊറോട്ട മാവൊക്കെ വായിക്കുന്നുണ്ട് മൂപ്പര്. ഇപ്പം കുടിക്കാം, ഇപ്പം കുടിക്കണോ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കണോ? കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം അല്ലേ. ഇവിടെയൊക്കെ നോക്കാം, ഇവിടെയൊക്കെ വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ നൈസാണല്ലേ. ഒരു ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തോണി കടന്നിട്ട് അങ്ങോട്ട് പോകണം, സെറ്റാവും. സാരെങ്കിൽ തണുത്ത് വരച്ചിരിക്കാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇത് വേറെ മറ്റേ ബോട്ടിക്ക് എന്താ പറയാ, ഇതിനെന്താ പറയാ, എന്തോ ഒരു പേര് പറയാം, അങ്ങനത്തെ ഒരു ബോട്ടിങ്. കൈ കൊടുത്താൽ കയറിയാണ്ട് പോവാ, അത്ര തന്നെ. എന്താ ഇവിടെ വേറെ ഉണ്ട്, ഇങ്ങനെ നോക്കി കാണാം. സവാരി ആണ് ഇവിടെ. ഇവിടെ ഇഷ്ടം പോലെ ബോട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ആയപ്പോൾ കുറച്ചും കൂടി വെളിച്ചൊക്കെ വെച്ചു. ഇതെന്താണ്, പാർക്കല്ല, വേറെന്തോ സ്റ്റേഷൻ, എന്തൊരു സാധനം എനിക്കറിയില്ല. ഈ റോഡ് കുറേ ഇങ്ങനെ പോകാൻ തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു മൂഡ് എന്താ വെച്ചാൽ അവിടെ സാധനം ഒരു തോണിയൊക്കെ കടന്ന് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് തിരിഞ്ഞ് കളിച്ചിട്ട് നേരെ തിരിച്ചു വരും. അതാണ് ഓരോ കിലോമീറ്റർ ഏകദേശമൊക്കെ തീരുമ്പോൾ ഓരോരോ ഹൗസ് ബോട്ടുകളല്ല, മറ്റേ ടൂറിസ്റ്റ് ബോട്ടുകൾ കാണാം. ഇവിടെ ഉണ്ട്, പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ അപ്പുറത്തുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട്, അങ്ങനെ കാണാം. ഇവിടെ നമ്മളിന്നാൾ ഉണ്ണിയാൽ പോയ മാതിരിക്കൊരു ഫീലിംഗ് ആണ്. എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ ഇവിടെ. പക്ഷെ കുറേ കടകളുണ്ട്, ഭയങ്കര പ്രകൃതിയും ഫുള്ള് തെങ്ങും റോഡും ഫുള്ള് സെറ്റപ്പാണ്. ചെക്കന്മാരൊക്കെ അതാ പോണു, നമ്മൾ കറങ്ങാൻ വന്നവർ ചെക്കന്മാരും കറങ്ങാൻ വന്നു. ഇതിൻ്റെ ഒരു അച്ഛല്ല തോന്നുന്നുണ്ട്. വന്നപ്പോ എവിടെ എത്തിയെന്ന് ആകെ ഒരു സെറ്റായിട്ട് ഐസിലെ
അവിടെ നോക്കെ നടുവില് മാത്രം മറ്റേ കഷണ്ടി ആയവർക്ക് നടുവില് മാത്രം ഓട്ടല്ല, അതുപോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ചാലത്തേക്കൊക്കെ നമ്മൾ കടന്നു പോണ ഫീലിംഗ് ആണ്. ചെങ്കാറിന്റെ ഭാഗത്തേക്കൊക്കെ കയറാൻ അവിടെ ഇഷ്ടം പോലെ ബോട്ട്. അവിടെ പിന്നെ വള്ളത്തിൽ പോണ ആൾക്കാരുണ്ട്, കാണുന്നില്ലേ? ഇവിടെ ഒരു എൻഡ് ഉണ്ടോന്ന് അറിയില്ല. കുറെ അങ്ങോട്ട് വന്നപ്പോ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിക്ക് ഒന്ന് ഒതുക്കി ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ച്. ഇത് ഓ മച്ച കുറച്ചേരം ഇരിക്കാൻ വിചാരിച്ചു. ഇവിടെ വന്നപ്പോ ഇതിന്റെ മുന്നിലും ബോട്ട്, ഇപ്പുറത്തും ബോട്ട്, എല്ലായിടത്തും ബോട്ട്, കണ്ടമാനം ബോട്ടാണ്. കുറച്ചേരം ഇവിടെ ഇരിക്കാം, പോണ വഴിക്ക് ഒരു ചായ കുടിക്കാം, പിന്നെ സുഖമായിട്ട് പോവാം, ഒരു ഫോട്ടോ എടുക്കണം. ഗൈസ് ഒരു തംബ്നെയിലിന് വേണ്ടിയിട്ടുള്ള ക്ലിക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുത്താൽ നമുക്ക് പോയിന്. ഗൈസ് കുറെ കുട്ടിയാണത്. എടാ ഗൈസ് കുറേ കാലത്തിന് സുഖത്തെ ഇത് ഈ സാധനമൊക്കെ ഞാൻ സിനിമയിലോട്ടൊക്കെ കണ്ടു. ഈ ചെറിയ മറ്റേ റൗണ്ട് വള്ളത്തിലൊക്കെ മീൻ പിടിക്കാൻ പോണതാണ്. ഗൈസ് ഫോട്ടോഷൂട്ടൊക്കെ പരിപാടി കഴിഞ്ഞു. ഫോട്ടോഷൂട്ടല്ല, തംബ്നെയിലുള്ള ഫോട്ടോ കിട്ടി. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. പോണ വൈകി ഫുഡ് കഴിക്കണം, ഫുഡല്ല ചായ അടിക്കണം. ബിലാലിൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നത്, വേറെ ഹെൽമെറ്റ് കിട്ടിയില്ല. അപ്പോൾ ഉള്ള ഹെൽമെറ്റ് എടുത്തിട്ട് ഹൈ ഹൈ നായ്ക്കള് കച്ചറ ഓടല്ലേന്നേ. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നപ്പോൾ നല്ല വെളിച്ചം വന്നിട്ടോ. നല്ല വെളിച്ചം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെളിച്ചമായി. ഇപ്പോൾ നാട്ടിലെത്തുമ്പോഴത്തെ എങ്ങനെയായാലും ഒരു 7:30 8 മണിയാകുമ്പോഴത്തേന് എത്തണം. കാരണം സാരുവിന് കടയിൽ പോകണ്ടേ, സാരുവിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ്. 8:30 ആകുമ്പോഴത്തേക്ക് കടയിൽ കയറണം. നമുക്കൊക്കെ പിന്നെ കയറിയാൽ മതി. ഈ നടന്നു പോകണം മാത്രം. ഈ കാക്കനോടെ ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിച്ചപ്പോൾ നടക്കില്ലടാ, സങ്കടമായതല്ലേ, കളവാൻ്റെ ഒന്നുമില്ല. അവർ ആകെയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒപ്പരോടൊന്ന് ഫോട്ടോ എടുത്താൽ ചോദിച്ചപ്പോൾ ഒപ്പം ഭയങ്കരമാണ്. വാണ്ടറോ നിങ്ങളെ ഫോട്ടോ വാണ്ടറോ. ചായക്കടയിലെത്തി. ചായക്കട ദിസ് ഇസ് ദ ചായക്കട. നോക്കൂ, ചായക്കടയിൽ ചായ പറയട്ടെ. ഓന് ചായ പറയും. എന്തോ ഒരു മൂഡ് ഓഫ് മാതിരി, ഉറക്കാണ്ട് റെഡി ആയിട്ടാണോ എന്താ അറിയില്ല. കാക്കാൻ്റെ ചായക്കടയിലെ കാക്ക. ഗൈസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ചായ ആയില്ല, ചായ ആയിട്ട് വേണം. ചായയില്ല ചാരായില്ല. ഉറക്കണം. നാട്ടിലെത്തി എനിക്ക് നേരെ പോവാ കട്ടുമ്പല ഒറ്റ. എനിക്ക് നേരെ പോവാ ശോഭ ഇവനക്ക് കുറച്ചേരം അല്ലേ? 10:30 നമുക്ക് 12 മണി വരെ എടുക്കാം. 12 മണിയല്ല, 1 മണി വരെ എടുക്കാം. ചായ വന്നു, മറ്റേ മുട്ടപ്പത്തിരി ബീഫില്ല പക്ഷെ മുട്ടപ്പത്തിരി കഴിച്ച് പോവാം. ഓരോരുത്തരും ചായ കുടിക്കാൻ 2 മണിക്കൂർ. ഞാനൊക്കെ കണ്ടോ കുടിച്ചു കഴിഞ്ഞു. ഇവിടെ എപ്പോഴും മോന്തി കൊടുക്കണം. ഈ തന്തൊക്കെയാണ് കുടിക്കാൻ ഏറ്റവും മിൽക്ക് വാനൊക്കെ രാവിലെ തന്നെ വന്നിക്കണു. ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ പോകണം. കുറച്ച് കൈ കഴുകാം, ആരോഗ്യമുള്ള. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ചായ അടിക്കുമ്പോൾ കൈയൊക്കെ മറന്നു. കറി ഹെൽമെറ്റ് ഇടാൻ ഞാൻ അത് തരൂല, ഓരത് തരൂല, ഓടൂല. കക്കന്റെ ജേഴ്സി ഇട്ടിട്ട് അറിയിക്ക നായി പറയിപ്പിക്കാൻ. ഫൈവ് എന്താ ചടിക്കും, അത്രേ ഉള്ളൂ. ചാവിയോടെ അങ്ങനെ പൊന്നാനിയോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ നാട്ടിൽ പോവാണ്. ഞാൻ ജൂപ്പിറ്റർമ കയറി. കുറച്ചേരം വീഡിയോ എടുക്കണമെങ്കിൽ ജൂപ്പിറ്റർ എടുക്കുള്ളൂ. സോ നമ്മളങ്ങനെ നാട്ടിൽ പോവാണ്. ചെറിയ രീതിയിൽ തുള്ളി മഴകളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നേരെ വെളുത്തു. അപ്പോൾ എന്തായാലും നാട്ടിൽ കൂടട്ടെ. ഇന്നലെ രാത്രി മിസ്സായ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. ഏതാല്ലേ നൈസ് വ്യൂ ആണ്, സംഭവം അടിപൊളിയല്ലേ. ഇവിടെയൊക്കെ പച്ചപ്പ് നിറഞ്ഞ പാതകളിലൂടെ വണ്ടി ഓടിച്ച് നടക്കുന്ന ഞാനും എൻ്റെ പിള്ളേരും. കൊള്ളാണ വൈബാ. ഈ വ്യൂ ഒക്കെ വേറെ ഓടെ കിട്ടും, കേരളത്തിൽ കിട്ടും. വന്ന് ബംഗ്ലാദേശിലെത്തി വന്നിട്ട് ഫുള്ള് ബംഗാളികള്. ആ അങ്ങാടിയിൽ മൊത്തം ബംഗാളികള്. ഈ പാലത്തിന് ഭയങ്കര വലിപ്പാണ്. കാരണം ഓടിച്ച് എത്തൂലേ, അതാണ് പറഞ്ഞത്. എന്തായാലും ബംഗ്ലാദേശിലൊക്കെ കയറി സ്ഥിതിക്ക് നമുക്ക് നേരെ പെരേ പോകാം. വന്ന് താന്നൂരെത്താനായി. താന്നൂരെത്തഞ്ഞ് വേറെ 1 കിലോമീറ്റർ മാത്രം. താന്നൂരിന്ന് വീട്ടിലേക്കൊരു 10-12 കിലോമീറ്റർ ഒക്കെ കാണും. സാരംഗ് പോയിട്ടോ. സാരംഗ് എവിടെ എത്തി.
ആരെങ്കിലും വിളിച്ചാൽ കിട്ടുമോ അറിയില്ല, നമ്പർ കിട്ടുമോ. എവിടെ എത്തി ഈ ബാക്കിൽ ആണോ? ബാക്കിൽ കണ്ടില്ല, മുന്നിൽ എവിടെയെങ്കിലൊക്കെ ആവും. അതല്ല എവിടെ എത്തിക്കണം. നമ്മളെന്തായാലും പോട്ടെ. നല്ല ഉറക്കസീനുണ്ട്, പക്ഷെ വീട്ടിലെല്ലാം കിടക്കണം. നൈസ് പോണം. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ കൊണ്ടു പോയാൽ മതി. ഏകദേശം പരപ്പനങ്ങാടി എത്തി കഴിച്ചു. പരപ്പനങ്ങാടി എത്തി. പിന്നെ ഗ്ലാസ് കാണുന്നത് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് മഴ കൂടി തുടങ്ങി. എന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരം 2 തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 4 തുള്ളി, അങ്ങനത്തെ ലെവലിലേക്കായി. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല മഴ ചെയ്യാറില്ല. പോണ വഴിക്ക് ബിലാലിന്റെ ഹെൽമെറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ബിലാലിന്റെ ഹെൽമെറ്റ് കട കൊണ്ട് കൊടുക്കണം, എന്തെങ്കിലും കാട്ടണം. ഏകദേശം ഞാൻ നാട്ടിലെത്തിയിട്ട് പിന്നെ നാട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു കാക്ക ഇവിടുന്ന് തേങ്ങ ഇടുന്നുണ്ട്. നടുറോട്ട് പോക്കാണ് തേങ്ങ ഇടുന്നത്. നടുറോട്ട് നമുക്ക് തേങ്ങ ഇടണം, പോകാൻ പറ്റില്ല. ഓ പോലെ ലൈവായിട്ട് വീണു. ഓക്കെടാ. ഞങ്ങളെക്കാളും മുന്നേ പോകുന്നതാണ് സാരംഗും അജും കൂടി. ഞങ്ങളിപ്പോൾ സാരംഗിന്റെ പേരന്റെ മുന്നിലെത്തി. ഇപ്പോഴും അവന്മാർ ഇവിടെ എത്തിയിട്ടില്ല. ക്യാക്കറും വിളിക്കാനാണെങ്കിൽ നമ്പറും ഇല്ല. സാരംഗിന്റെ ഫോൺ ഓഫാണ്. ക്യാക്കറും ഗൈസ്. അങ്ങനെ ഷാഹിദിനെ റൂമിൽ ഇറക്കി എടുത്തു. ഇതാണ് ഗൈസ് നമ്മളെ കമ്പനി റൂം. അവനെ ഇറക്കി എൻ്റെ ടെൻറ്റ് വാങ്ങി ഞാൻ വിട്ടു. നമുക്ക് കടന്ന് കാണാം. ഓക്കെടാ. ഓനെ ഞാൻ പെരേ പോട്ടെ. സമാധാനായി. അങ്ങനെ ഞാൻ ഫൈനലി വീട്ടിലെത്തി ഗൈസ്. ഫുള്ള് ക്ഷീണം. ഞാൻ നേരെ പോയെന്ന് ഉറങ്ങണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ. ബൈ.